2 ദിവസം മുൻപ് അമേരിക്ക ഹൂത്തീസിനെതിരെയുള്ള ഒരു ആക്രമണം നടത്തി. ഇത് നമുക്കറിയാവുന്നതാണ്. ഇറാന്റെ എമിനേഷൻസ് സ്റ്റോർ ചെയ്ത് വച്ചിരുന്ന സ്ഥലത്ത് അമേരിക്ക അവിടെ അറ്റാക്സ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തത് കാരണം ഹൂത്തീസിന് ഒരു കനത്ത തിരിച്ചടി തന്നെ ഉണ്ടായി. ഇപ്പോൾ അതിന്റെ തുടർച്ചയായി പല സംഘർഷങ്ങൾ അമേരിക്ക, ഇസ്രായേൽ, യമൻ, ഇറാൻ ഈ 4 രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഒരു കാര്യം പറയേണ്ടത്, അമേരിക്ക ഏത് യുദ്ധക്കപ്പൽ ഉപയോഗിച്ചാണോ ഹൂത്തീസിനെതിരെയുള്ള ആക്രമണം നടത്തിയത്, അതേ യുദ്ധക്കപ്പലിനെയാണ് ഹൂത്തീസും ആക്രമിച്ചത് എന്ന വാർത്ത പുറത്തു വന്നു. മറ്റൊരു വശത്ത് യാതൊരു ബന്ധവുമില്ലാതെ യുകെയുടെ ഒരു വിമാനവാഹിനി കപ്പൽ ചെങ്കടൽ വഴി ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നു. ഹൂത്തീസിന്റെ ആക്രമണത്തിന് ഭയന്ന് അവർ അവരുടെ സഖ്യസേനയോട് എക്സ്ട്രാ ഫോഴ്സസ് ചോദിച്ചു. മാത്രമല്ല ഈ കപ്പലിന് സുരക്ഷ നൽകാൻ 4-5 യുദ്ധക്കപ്പലുകളെ വരെയും സഖ്യകക്ഷികളോട് ചോദിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ വീഡിയോയിലൂടെ അറിയാം. ഈ സംഘർഷം എപ്പോഴും ഇല്ലാത്ത രീതിയിൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ കഴിഞ്ഞ 2 ദിവസത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹൂത്തീസിന്റെ ഈ റിവെഞ്ച് അറ്റാക്കിൽ നിന്നും നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. കാരണം ഇതൊരു വലിയ ടോപ്പിക്കായി തന്നെ മാറിയിട്ടുണ്ട്. ഇതിനെ 2 വിധത്തിൽ പറയുന്നുണ്ട്. രണ്ടും ഹൂത്തി സംബന്ധിക്കുന്ന മാധ്യമങ്ങളിൽ നിന്നും ഹൂത്തീസിന്റെ അഫിലിയേറ്റഡ് ഗ്രൂപ്പ്സിൽ നിന്നും പുറത്തു വന്ന വിവരങ്ങളാണ്. ആദ്യം വന്നിരിക്കുന്ന വാർത്ത ഈ ഹൂത്തീസ് ആക്രമിച്ച USS റാമ എന്ന കപ്പലാണ്. ഇത് യമൻ തീരത്ത് നിന്ന് ചില നോട്ടിക്കൽ മൈൽ അകലെയായിരിക്കുമ്പോൾ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യം അതിന്റെ കോർഡിനേറ്റ്സ് ഡ്രോണുകൾ വഴി ഹൂത്തീസിന് ലഭിക്കുന്നു. ഇവിടെ സാധാരണ ഡ്രോൺസ് അല്ല, കപ്പലുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷം ചാവേ ഡ്രോണുകൾ ഉപയോഗിച്ച് കപ്പലുകളെ ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് സ്ഥിരീകരിച്ചു. സർവൈലൻസ് ഡ്രോൺ വഴിയല്ല ഇതിനെ കൺഫേം ചെയ്യാൻ സാധിക്കൂ. പിന്നെ എങ്ങനെയാണ് ചാവേ ഡ്രോൺസിനെ ഉപയോഗിച്ച് ഇത് സ്ഥിരീകരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഈ കപ്പലുകളുടെ എക്സ്പ്ലോഷൻസ് അവർ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ഹൂത്തീസിന് ഇറാന്റെ സഹായവും ലഭിച്ചിട്ടുണ്ടാകണം. ഇനി ഒരു പക്ഷെ ഇറാൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ മോണിറ്റർ ചെയ്യുന്നത്ര ഡ്രോൺസ്, ലൈവ് ഫൂട്ടേജ് ഷെയർ ചെയ്യുന്നത്ര ഡ്രോൺസ് ഹൂത്തീസിന്റെ ആയുധപ്പുരയിൽ ഉണ്ടായിരുന്നിരിക്കണം. ഇവയെല്ലാം സ്ഥിരീകരിച്ചതിന് ശേഷം 18 ആന്റിഷിപ്പ് മിസൈൽസ് ഉപയോഗിച്ച് ഈ പ്രത്യേക വിമാനവാഹിനി കപ്പലിൽ ഹൂത്തീസ് അവിടെ ആക്രമണം നടത്തി. ഈ 18 മിസൈൽസിൽ 4-ലധികം മിസൈൽസ് അതിന്റെ ഇമ്പാക്ട് അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ വിമാനവാഹിനി കപ്പലിന് ഗണ്യമായ ഒരു നഷ്ടം ഉണ്ടായി എന്ന് ഹൂത്തീസ് തന്നെ പറയുന്നു. മറ്റൊരു വശം പറയുന്നത് ഈ 18 മിസൈൽസ് കാരണം ഉണ്ടായ ആഘാതത്തിൽ ആ ഒരു കപ്പലിനെ അവിടെ നിന്നും റീലൊക്കേറ്റ് ചെയ്തതായി പറയുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചില ഡേറ്റാസും ഉണ്ട്. ആദ്യം ഇവരുടെ ക്ലെയിം സംബന്ധിച്ച് 18 ചില മിസൈൽസ് കാരണം അവിടെ സ്വാധീനം ചെലുത്തി. ഒരു എയർക്രാഫ്റ്റ് കാരിയർ പൊങ്ങിക്കിടക്കുന്ന ഒരു ദ്വീപ് പോലെയാണ്. ആന്റിഷിപ്പ് മിസൈൽസ് ഫയർ ചെയ്ത്, അല്ലെങ്കിൽ സാധാരണ ഏതൊരു മിസൈൽസും ഫയർ ചെയ്ത് അതിനെ അത്ര പെട്ടെന്ന് മുക്കിക്കളയാൻ സാധിക്കില്ല. എയർക്രാഫ്റ്റ് കാരിയറിന് ഹൂത്തീസ് കാരണം നഷ്ടം ഉണ്ടാക്കി എന്നതല്ലാതെ ശാശ്വതമായി അതിനെ സർവീസിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോ ഹൂത്തീസിന്റെ ഈ ഒരു ക്ലെയിം സത്യമാണെങ്കിലും ഇത് കാരണം ആ കപ്പൽ ചില ദിവസത്തേക്ക് സർവീസിൽ നിന്നും മാറ്റിവെച്ചേക്കാം. എന്നാൽ മുഴുവനായും ആ ഒരു കപ്പലിനെ ഔട്ട് ഓഫ് സർവീസിലേക്ക് തള്ളേണ്ടത്ര രീതിയിൽ ആക്രമണത്തിന്റെ ആഘാതം ഉണ്ടാകില്ല. പക്ഷെ അമേരിക്കയുടെ ഇത്രയും ഡിഫൻസ് സിസ്റ്റത്തെയും കടന്നാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഒരു കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഈ കപ്പൽ മാത്രം ഒറ്റയ്ക്കായിരിക്കില്ല. അതിന് മുൻപിൽ ഒരുപാട് ഫ്രിഗേറ്റ്സ് ഉണ്ടാകും, ഒരുപാട് ലെയേഴ്സ് ഉണ്ടാകും. ഇവയെല്ലാം അതിന്റെ പ്രതിരോധ നിരയിലായിരിക്കും. ഇതിനിടയിലും ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യത്തെ തവണയല്ല ഹൂത്തീസിന്റെ മിസൈൽസ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നത്. ഏകദേശം ഒരു 4-5 തവണ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടെ ആകുമ്പോൾ 6 ആകും. ഇങ്ങനെ അമേരിക്കയുടെ ഡിഫൻസ് സിസ്റ്റത്തെ ബ്രീച്ച് ചെയ്യുന്ന കപ്പാസിറ്റിയും ഹൂത്തീസിന്റെ പക്കലുണ്ട്. ഇതൊരു ഭാഗത്ത് പോകുമ്പോൾ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരിട്ട് തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി. തീർച്ചയായും അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ചർച്ചകൾ നടക്കും. എന്നാൽ അങ്ങനെയുള്ള ചർച്ചകൾ നടക്കണമെങ്കിൽ അതിനു മുൻപ് ഇറാൻ ചില മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ മാനദണ്ഡങ്ങൾ എല്ലാം ന്യൂക്സിനെ അടിസ്ഥാനമാക്കിയാണ്. അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ്. അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ഒരല്പമെങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണ ശ്രമം ഇത് അവസാനിപ്പിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇതിന് എപ്പോഴത്തെയും പോലെ ഇറാന്റെ മറുപടി ഒന്നേ ഒന്നാണ്: ഞങ്ങളുടെ സമാധാനത്തിനു വേണ്ടി, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആണവായുധങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടെ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: ഇറാന് ആണവായുധം വരികയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു അധികാര മാറ്റം അവിടെ സംഭവിക്കുമെന്ന്. മിഡിൽ ഈസ്റ്റിന്റെ കിങ് ആയി തന്നെ ഇറാൻ മാറും. ഇസ്രായേലിനെ സംബന്ധിച്ച് ആണവായുധങ്ങൾ മാത്രം അല്ല അവരുടെ പക്കലുള്ളത്,
അവരുടെ കൈവശം ആണവായുധം ഇല്ലെങ്കിലും അമേരിക്കയുടെ പിന്തുണ അവർക്ക് ഒരുപാട് തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് റഷ്യ, ചൈന ആര് വേണമെങ്കിലും ഇവരുടെ അലൈസ് ആയിരിക്കാം. പക്ഷെ അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സപ്പോർട്ട് പോലെ ഇറാന് മറ്റു രാജ്യങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. അപ്പോൾ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇറാന്റെ പക്കൽ ന്യൂസ് വരികയാണെങ്കിൽ സൗദി അറേബ്യ ഓവർടേക്ക് ചെയ്ത് ഇറാൻ അവിടെ സൂപ്പർ പവർ ആകാൻ കഴിയും എന്നൊരിക്കലും പറയാൻ കഴിയില്ല. എങ്കിലും ഒരു കിരീടം ധരിക്കാത്ത രാജാവായി തന്നെ മാറും. എന്നാൽ ഇത് ഇസ്രായേലിന് ഏതൊക്കെ രീതിയിൽ ദോഷം ചെയ്യും എന്ന് ചോദിച്ചാൽ അവരുടെ അസ്തിത്വത്തെ തന്നെ അത് ബാധിക്കും. ഒരു രാജ്യത്തെ യാതൊരു തെളിവും ഇല്ലാതെ നശിപ്പിക്കുന്ന ശ്രമം, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും. ഈ രണ്ടിനെയും കാരണമായി കാണിച്ചാണ് അമേരിക്കയായാലും ഇസ്രായേൽ ആയാലും എങ്ങനെയെങ്കിലും ഇറാന്റെ ഈ ന്യൂക്ലിയർ റിസർച്ച് പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരെയും പൂർണ്ണമായി അത് അവരെ കൊണ്ട് തടയാൻ സാധിച്ചിട്ടില്ല. ഓരോ തവണയും ഈ ഒരു സൈറ്റ്സിൽ സൈബർ ആക്രമണം നടത്തുമ്പോഴും നേരിട്ട് പരോക്ഷമായി യുദ്ധം ചെയ്യുമ്പോഴും 2-3 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഇവരുടെ ഈ ഒരു റിസർച്ചിനെ പിന്നിലേക്ക് തള്ളാൻ കഴിയുമെന്നതല്ലാതെ മുഴുവനായും ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ഇപ്പോഴും ഇസ്രായേലിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അവരത് വിചാരിച്ചാലും അമേരിക്കയുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം പല മലകൾക്കടിയിൽ പല 100 മീറ്റർ അടിയിലാണ് ഓരോ റിസർച്ച് സെന്റേഴ്സും ഉള്ളത്. അപ്പോ ഇറാനെ ഇങ്ങനെ ആക്രമിക്കുന്നതും ഹൂത്തീസിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയും ഒരു റിവഞ്ച് ആയിട്ടാണ് ഇപ്പൊ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തീസ് ഒരു ആക്രമണം നടത്തിയത്. അമേരിക്ക പറഞ്ഞതുപോലെ ഹൂത്തീസിന്റെ സൈറ്റ്സിനെ അവർ ആക്രമിച്ചതായി പറഞ്ഞാലും അവിടെ കൂടുതലായും നാശനഷ്ടങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ മരിച്ചത് ചെറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. റഷ്യയും ഇതിൽ അവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചു. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഇതൊരു വലിയ കാര്യമായി തന്നെ പറഞ്ഞു. അമേരിക്ക ഹൂത്തീസിനെതിരെയുള്ള ആക്രമണം നടത്തുന്നത് ഉപേക്ഷിച്ചിട്ട് അവരുടെ രീതിയിൽ എന്തൊക്കെ ചർച്ച നടത്താൻ കഴിയും എന്നുള്ളത് ചിന്തിക്കണം. കാരണം ഈ റെഡ് സീ ക്രൈസിസ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്നത് ആഗോളതലത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന ബിസിനസ്സുകൾ പൂർണ്ണമായും അവസാനിക്കും. വീണ്ടും അതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് പറഞ്ഞു. ഇതിനിടയിൽ UK ഒരു കാര്യം ചെയ്തു. തുടക്കത്തിൽ പറഞ്ഞല്ലോ സേഫ്റ്റിക്ക് വേണ്ടി ചില കപ്പലുകളെ ചോദിച്ചുവെന്ന്. അതും UK ആണ്. UKയുടെ എയർക്രാഫ്റ്റ് കാരിയർ HMS പ്രിൻസ് ഓഫ് വെയിൽസ്. ഈ കപ്പലിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പൊ ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി പുതിയ വ്യായാമത്തിനായി ഓസ്ട്രേലിയയിലേക്ക് പോകാനായി ഈ കപ്പൽ UKയിൽ നിന്നും തിരിച്ച് സ്വിസ് കനാൽ വഴി ചെങ്കടൽ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. ഈ കപ്പൽ ചില ദിവസത്തിൽ ഈ ചെങ്കടലിലുള്ള പ്രധാനപ്പെട്ട ചോപ്പ് പോയിന്റ് യമൻ തീരത്തോട് ചേർന്നുള്ള ഒരു ചെറിയ പ്രദേശം അതിനെ ക്രോസ് ചെയ്യുമെന്ന വിവരവും പുറത്തു വന്നു. ഇത് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഇപ്പോഴുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ കപ്പൽ ഇതിനകം തന്നെ F-35B മാരിടൈം എയർക്രാഫ്റ്റിനെ ഹൌസിംഗ് ചെയ്യുന്നത് പോലെയാണുള്ളത്. അതിലൊരു യുദ്ധവിമാനവും ഉണ്ട്. കൂടെ തന്നെ ഇതിനകത്ത് 45 ബ്രിഗേഡ്സും സുരക്ഷാ ആവശ്യങ്ങൾക്കായി വരുന്നുണ്ട്. പക്ഷെ ഇവയ്ക്കെല്ലാം അപ്പുറം ഹൂത്തീസിന്റെ മിസൈൽസിന്റെ പക്കൽ നിന്നും സ്വയം പ്രതിരോധിക്കാനായി ഹൂത്തീസിന്റെ മിസൈൽസ് കാരണം ഈ ഒരു കപ്പലിന് പ്രത്യേകിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പല മുൻകരുതലുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ വിമാനവാഹിനി കപ്പലിന് സുരക്ഷ നൽകാനായി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളോട് സഹായം ചോദിച്ചു. സഹായം ചോദിച്ചത് മാത്രമല്ല 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന രീതിയിൽ അമേരിക്കയുടെ P-8 എയർക്രാഫ്റ്റിനെയും B-8 എയർക്രാഫ്റ്റിനെയും സർവൈലൻസിന് വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റിനെ വിളിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം. എത്ര തന്നെ ഇത് മാരിടൈം പാട്രോൾ എയർക്രാഫ്റ്റ് ആണെങ്കിലും കൂടുതലായും ഇത് സബ്മറൈൻ മിഷൻസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് സംബന്ധിക്കുന്ന സിഗ്നൽസ് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനെയും ഒരു അഡ്വാൻസ്ഡ് ആയി വിളിച്ചിരിക്കുന്നത് ഹൂത്തീസിൽ ഇവർക്കുള്ള ഒരു ഭയത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ഭയം എന്ന് പറയുമ്പോൾ ഇവരെ കൊണ്ട് ആ കപ്പലിനെ മുഴുവനായും കടലിൽ മുക്കിക്കളയാൻ കഴിയില്ലെങ്കിലും സാരമായൊരു നാശനഷ്ടം വരുത്തി വയ്ക്കാൻ കഴിയും. ഇപ്പോ ഇത് ഒരുപാട് പേർ മിസ്മാച്ച് രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ യുദ്ധക്കപ്പലുകളെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് അത്ര പെട്ടെന്ന് അതിനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. 18 മിസൈൽസ് ഉപയോഗിച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ചതായി ഒരു ക്ലെയിം നടത്തി. ഇത് വെരിഫൈ ചെയ്യാൻ സാധിച്ചില്ല. ചില ഡേറ്റാസ് ഉണ്ടെന്ന് ഞാൻ ഇതിനകം പറഞ്ഞു. അതിൽ 2 വെബ്സൈറ്റ് പ്രധാനമായും ഉണ്ട്. marinetraffic.com, മറ്റൊന്ന് vesselfind.com. നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. യുദ്ധക്കപ്പലുകളെ കുറിച്ചുള്ള ചില ഡേറ്റാസ് ഇതിൽ ലഭിക്കും. എന്നാൽ ഈ marinetraffic.com എന്ന വെബ്സൈറ്റിൽ ചില ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൈനിക കപ്പലുകളെ സംബന്ധിച്ച് AIS എന്ന ടെക്നോളജി ഉപയോഗിക്കും. ഇത് എല്ലാ കപ്പലുകളിലും ഉള്ളതാണ്. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം യുദ്ധവിമാനത്തിൽ ഉള്ളതുപോലുള്ള ഒരു സാങ്കേതിക വിദ്യ. സാറ്റലൈറ്റ് വഴി ഈ കപ്പലുകളെ ഫൈൻഡ് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതാണ്. ഇത് സാധാരണ കപ്പലുകൾ എപ്പോഴും സജീവമായിരിക്കും. എന്നാൽ ഈയൊരു യുദ്ധക്കപ്പലിൽ ഈയൊരു സൗകര്യം ഓഫ് ചെയ്യും. സ്റ്റെൽത്ത് മോഡിൽ വർക്കാകണം എന്നതിനു വേണ്ടി. എന്നാൽ അതിനുമപ്പുറം ചില സമയങ്ങളിൽ ഇതിന്റെ സിഗ്നൽസ് സാറ്റലൈറ്റ്സിൽ റിസീവ് ആകും. അങ്ങനെ ഒരു 4 സിഗ്നൽസ് ലഭിച്ചിട്ടുണ്ട്.
അൺഐഡന്റിഫൈഡ് സോണിൽ ലഭിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് അൺഐഡന്റിഫൈഡ് സോണിൽ അൺഐഡന്റിഫൈഡ് കപ്പലുകൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു കപ്പലിനെ നോർമലി ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അത് എവിടേക്ക് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ളതെല്ലാം ലൈവായി നമ്മൾ ട്രാക്ക് ചെയ്യണം. എന്നാൽ യുദ്ധക്കപ്പലുകളിൽ ഒരു സ്ഥലത്ത് നിന്നും സിഗ്നൽ ലഭിക്കും, എന്നാൽ ഒരു അല്പ ദൂരം പോയി അതിന്റെ സിഗ്നൽസ് കട്ടാകും. ഇതൊരു ടെക്നിക്കൽ ഗ്ലിച്ച്, ഒരു എറർ പോലെയാണ്. ചില സ്ഥലങ്ങളിൽ സിഗ്നൽസ് ലഭിക്കും, പക്ഷെ അത് എവിടെ നിന്നും വരുന്നു, എവിടേക്ക് പോകുന്നു, ഏത് വിധത്തിലുള്ള കപ്പലാണ്, ഏത് മിഷൻസിന് വേണ്ടി പോകുന്നു, ഈ ഒരു ഡേറ്റാസ് ഒന്നും ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ഇത് മറ്റേതെങ്കിലും കപ്പലായിരിക്കാം, സാധാരണ ഫിഷിംഗ് ബോട്ടായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള കപ്പലായിരിക്കാം എന്ന്. അതിനാണ് ഈ 4 ഇമേജ് കാണിക്കുന്നത്. ഈ 4ന്റെ ഡാറ്റ പാറ്റേൺ നോക്കുക. കപ്പൽ ചലിക്കുന്ന രീതി എന്നത് ഈ ചെറിയ പ്രദേശത്തെ ചുറ്റി മാത്രമാണ് ഉള്ളത്. ഈ 4 ഡേറ്റ പ്രോസസ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യം ആ 4 ഡേറ്റയും ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം അവിടെ റിപ്പീറ്റ് പാറ്റേണിൽ ഇല്ല. കഴിഞ്ഞ 2 ദിവസമായി അതേ സ്ഥലത്തുണ്ടായിരുന്ന പാറ്റേൺ എന്നത് ഇന്നലെ ഒറ്റ ദിവസം മുഴുവനായും കാണാതായിട്ടുണ്ട്. അപ്പോൾ 2 കാര്യമായി ഇത് മാച്ചായി. ഒന്നുകിൽ സത്യത്തിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ ഹൂത്തീസിന്റെ മിസൈൽസിന്റെ ആക്രമണം കാരണം തകർന്ന് മറ്റെവിടെയെങ്കിലും റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ UK യുദ്ധക്കപ്പലിന് വേണ്ടി സുരക്ഷ നൽകാനായി ഒരുപക്ഷെ അതിനെ റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും യാതൊരു സ്ഥലത്തും ഈ ഒരു കപ്പലുകളെ കുറിച്ചുള്ള ഡാറ്റ ലഭിച്ചിട്ടില്ല. അപ്പോ അത് വെച്ചാണ് പറയുന്നത് ഇവിടെ ഹൂത്തീസിന്റെ മിസൈൽസ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് എന്തോ ഒരു നഷ്ടമുണ്ടാക്കിയതിന് ഒരു സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.